CPM ഇപ്പം ഗ്രഹപ്പിഴ കാലമാണെന്നാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്നപ്പോഴും ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തതാണ്. അതിലൊന്നായിരുന്നു ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം. അത് പൊളിഞ്ഞുപോയി. ആടും പേരൊന്നും വന്നില്ലെന്നേ. വേണ്ടവരൊന്നും ശരിയായില്ല. അത് മാത്രമല്ല, യഥാർത്ഥ വിശ്വാസികളൊക്കെ പുറത്തിരിഞ്ഞ് നിൽക്കുകയും ചെയ്തു. പാർട്ടിക്കാർ വന്നിട്ട് എന്താ കാര്യം? അതങ്ങനെ പൊളിഞ്ഞുപോയി. അതിന്റെ പിന്നാലെ വാസ്തവത്തിൽ എന്തോ സംഭവിച്ചത്? ശബരിമലയിലെ പെരും കൊള്ളയുടെ കഥകള്, അതിങ്ങനെ ദിവസവും പുതിയ പുതിയ കഥകള് വന്നുകൊണ്ടിരിക്കുക. തലപൊക്കി നടക്കാൻ വരാത്ത അവസ്ഥ വന്നിരിക്കുക. ഇപ്പതാ ED, മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ച കേസ് 2.5 കൊല്ലം മുമ്പ് നടന്നതാ. അതിപ്പോ ദാ പൊങ്ങി വന്നിരിക്കുന്നു. ഇതൊക്കെ എവിടുന്നാണ് ചോർന്നു പോയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഷാബി പറമ്പിലിന് 2 കൊടുത്ത് ഒതുക്കാമെന്ന് വിചാരിച്ചതാ. അതും നടന്നില്ല. പയ്യൻസ് ഈ അവസരം ഉപയോഗിച്ച് കൂടുതൽ മുകളിലോട്ട് പോവുക. പിന്നെ നമ്മൾ EP ജയരാജനെയൊക്കെ നിറക്കി ശകലം ഭീഷണിയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പം മൂക്കിന്റെ ഭാരം പോയതേ ഉള്ളൂ. കൂടുതൽ കളിച്ചാല് ഇതിനപ്പുറത്തുണ്ടാവും എന്നൊക്കെ നമ്മള് ജയരാജൻ സാഹിബിനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം എന്താ? ആലപ്പുഴയിൽ മുട്ടനടി. നമ്മുടെ സുധാകരൻ ഒരു വശത്ത്, മറുഭാഗത്ത് മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സജി ചെറിയാൻ, പഴയ നേതാവ് AK ബാലൻ, ജില്ലാ സെക്രട്ടറി R നാസർ, H സലാം MLA. അവിടെ കുറെ കാലമായിട്ട് രക്കച്ചക്കൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്തുവാ സംഭവിച്ചെന്ന് ചോദിച്ചാല്, നമ്മുടെ സജി ചെറിയാൻ മന്ത്രി, അദ്ദേഹം നമ്മുടെ സുധാകരനെ ഉപദേശിക്കാൻ പോയിരിക്കുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത്, പാർട്ടിയോട് ചേർന്ന് നിന്ന് ഇംഗിലാബൊക്കെ വിളിച്ചങ്ങനെ നിന്നാ മതി എന്നൊരു ഉപദേശം. SFIയുടെ ആദ്യകാലം മുതല് സംസ്ഥാനത്തുടനീളം ആ സംഘടന വളർത്താൻ പാടുപെട്ട് ശ്രമിച്ച ഒരു നേതാവാ. പിന്നീട് ആലപ്പുഴയില് ആ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന ഒരാള്. അദ്ദേഹത്തെ ഉപദേശിക്കാൻ ആരാ? നമ്മുടെ സജി ചെറിയാൻ മന്ത്രി. സഹിക്കുമോ നമ്മുടെ സുധാകരന്? സുധാകരനാണെങ്കിൽ ഇപ്പോഴ് വലിയ സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ ഒതുക്കപ്പെട്ടു എന്നൊരു തോന്നലിൽ നിൽക്കുകയും കൂടാ. അപ്പോഴാണ് ഈ ഉപദേശം. നന്നായിട്ട് പറഞ്ഞു. എന്നെ പഠിപ്പിക്കാനൊന്നും വേണ്ട, എന്നോട് മുട്ടാൻ വരികയും വേണ്ട. കൃത്യമായിട്ട് പറയാനുള്ളത് സജി ചെറിയാനോട് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സുധാകരൻ സാഹിബിന് അത് സാധിക്കും കേട്ടോ. മറ്റു പല നേതാക്കളെയും പോലല്ല. കയ്യിൽ ഒരു തരി അഴിമതിക്കറയില്ല. സത്യസന്ധന, നല്ല ഒന്നാന്തരം നേതാവായിരുന്നു. സമർത്ഥനായ ഭരണാധികാരിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളാ. അല്ലാതെ പാർട്ടിയെ അദ്ദേഹം സ്വന്തം കാര്യത്തിന് വേണ്ടി ഒട്ടുമേ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് കിട്ടുന്ന ഒരു ആർജവമുണ്ടല്ലോ, ഒരു ധൈര്യം, ഒരു ആത്മധൈര്യം, അതാണ് സുധാകരനുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ആരുടെയും മുമ്പിൽ അങ്ങനെ പതറിപ്പോകാത്തത്. അദ്ദേഹത്തിനെതിരെ ഇപ്പം സജി ചെറിയാനോ AK ബാലനോ നാസറോ സലാമോ ഒക്കെ ഒന്നിച്ചു നിന്നാലും ഒന്നും സംഭവിക്കത്തില്ല. അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇടയ്ക്കൊരു വാചകം പറഞ്ഞായിരുന്നു, ഈ പാർട്ടിക്ക് വേണ്ടി എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു തുള്ളി ചോര വീണിട്ടുണ്ടെന്ന്. മനസ്സിലായില്ലേ? ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് സുധാകരൻ. അതിന്റെ ഒരു ആർജവമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പുള്ളിക്കാരനോട് കയറി മുട്ടാൻ പോയാല് അത് ഏത് മന്ത്രിയാണേലും സെക്രട്ടേറിയറ്റ് അംഗമാണേലും ജില്ലാ സെക്രട്ടറി ആണേലും ഇരുമ്പേൽ കടിച്ചതുപോലെ ആകത്തേ ഉള്ളൂ. പക്ഷേ പറഞ്ഞല്ലോ, എന്തോ ഒരു ഗ്രഹപ്പഴയുടെ ലക്ഷണമാണ്. നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ്, അദ്ദേഹം ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അദ്ദേഹത്തിന് ഒരു സ്വന്തം ജ്യോത്സ്യനുണ്ട് മലബാറിൽ എവിടെയോ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ പോയി കാണുന്നതാ. അദ്ദേഹത്തിനടുത്ത് പോയിട്ട് ഒന്നുകിൽ കവഴി നിരത്താം, അല്ലെങ്കിൽ ഗ്രഹനില നോക്കിയിട്ട് എന്താ പ്രശ്നം എന്ന് ഒന്ന് അന്വേഷിക്കാം. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അടുത്ത് പോയിട്ട് പ്രശ്നം വയ്ക്കുകയോ മഷി നോക്കുകയോ ഒക്കെ ചെയ്യാം. എന്തായാലും ഗോവിന്ദ മാഷെ, പാർട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കി എത്രയും വേഗം പരിഹാരക്രിയകൾ നടത്തണം. ഈ ശബരിമലയിലെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പൊ പുറത്താ. അദ്ദേഹത്തോട് ചോദിച്ചാൽ വേണ്ട ഉപദേശങ്ങൾ നൽകും.